കുത്താന വരുമ്പോൾ കയ്യെ കുത്ത് കരിങ്കുത്ത് ചീപ്പ് വെള്ളം താറാ വെള്ളം താറാവ്. ഞാനല്ല വേറെ കള്ളനാരാന്ന് ഞമ്മക്കറിയാം. അതാണ് എന്ത് നമ്മൾ പിടിക്കൂത്. ഇത് ഇമ്മന് കാലമായി. അയ്യോ ഞാനല്ല മോനെ. ചിരിക്കണം. എന്റെ മോന്റെ ഇയാളെന്നെ കൊലക്ക് കൊടുക്കും. നമുക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായ സ്ഥിതിക്ക് രക്ഷപ്പെടാൻ ഇനി ഒറ്റ വഴിയുള്ളൂ. എന്താ പറ്റിയ മൊയ്തീനെ എന്തുണ്ടേലും ഞങ്ങളുണ്ടാ കൂടെ. അല്ലടേ മോനെ. കണ്ടോ മൊയ്തീനെ, ഒരു ആവശ്യം വന്നപ്പോ ഓടി വരാൻ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. കള്ളനോ? എനിക്ക് തോന്നിയതായിരിക്കും. വിട്ടോ വിട്ടോ അച്ഛാ പോകാം. വിട്ട് പോയി നോക്കാം. മരുമോനെ അങ്ങോട്ട് പോകാൻ പറ്റിയ സാഹചര്യമില്ല. അച്ഛാ കഴിഞ്ഞില്ലേടാ ഇതുവരെ? കഴിഞ്ഞ് എന്നൊരു മുരിങ്ങലേന്റെ കറി അളിയല്ലേ ഇറച്ചി മീനും വാങ്ങിക്കൂടെ? വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഞാൻ ഇവിടെ ഒന്ന് സഹായിക്കാം. ബോറടി മാറ്റാൻ വേണ്ടിയല്ലേ ഞാൻ ആ സിനിമ തന്നത്. പവിത്രം കണ്ടില്ലല്ലോ, ഇനിയെങ്കിലും കണ്ടൂടെ എന്റെ അച്ഛ. അതെ, അവൻ പറഞ്ഞത് മനസ്സിലായോ? അവനൊരു അനിയത്തിയും കൂടി വേണമെന്നാണ് ഉദ്ദേശിച്ചത്. പ്രായ അമ്പലത്തിൽ പോയി ഭജന ഇരുന്നൂടെ ഉദ്ദേശിച്ചത്. ഇന്നലെ കല്യാണം. ആക്ച്വലി ഞാൻ സുമയ. മനുഷ്യ ശരത്തെ നിന്റെ സഹദേവനങ്ങൾ അന്വേഷിച്ചു. നമുക്ക് മുരിങ്ങയില തോരനുണ്ടാക്കാം. മുരുകയില ചമ്മന്തി ആയാലോ? അമ്മാവാ, എന്റെ പച്ച ഷർട്ട്. എന്ത്? എന്റെ പച്ച ഷർട്ട് എവിടെ? എന്റെ പച്ച ഷർട്ടൊക്കെ ഞാൻ എടുത്തുതരാം. എന്റെ പെങ്ങളോടുള്ള എന്റെ അച്ഛന്റെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. എന്റെ ഒരു പച്ച ഷർട്ട്. അച്ഛനായി പോയില്ലേ? എടാ, ഒരു വീട്ടിലേക്ക് വരുമ്പോൾ മര്യാദയ്ക്ക് വേണം, ഗേറ്റ് അടക്കി. പിന്നെ രാവിലെ അയാളെ മട്ടുമാവും കണ്ടിട്ട് കക്കൂസ് ബ്ലോക്ക് ആണെന്നൊക്കെ സംശയം. അയ്യേ അമ്മാവാ. അമ്മാവൻ നിശ്ചിത കാര്യമില്ല. എന്റെ അടുത്തൊരു സഹായം പ്രതീക്ഷിക്കണ്ട. ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ഒരാളെ കിട്ടാനില്ല. കണ്ടോ, മുട്ടി നിൽക്കുക. ശരത്തെ, എന്താ വിളിച്ചേ? ഗ്രെയിൻസ് ഉച്ച മുതൽ ടിവിയിൽ ഭയങ്കര ഗ്രെയിൻസ്. വൈകുന്നേരം ചിത്രഗീതമുള്ളതല്ലേ. നീ മുകളിലോട്ട് ചെന്ന ആന്റിനെ ഒന്ന് ശരിയാക്ക്. ശരി. ആന്റിനെ നന്നാക്കാനാ ചെല്ല്. ആന്റിനെങ്കിൽ ആന്റിനെ കുറച്ചേരം നിക്കാലോ. എന്നിട്ട് എന്താ കാര്യം? മുകളിലോട്ട് ഞാൻ ഇവിടെ നിന്ന് ടി വി ചെക്ക് ചെയ്യാം. ശരി. എന്തായാലും ആവശ്യം വിളിച്ചോ. കംപ്ലീറ്റ് ഗ്രെയിൻസ് ആണല്ലോ. നീ മേളിൽ പോന്നില്ലേ? ഐറ്റ് പേടിയ തലറ്റു. നീ നാട്ടിലൊന്നും പോവാറില്ലേ? വീട്ടിൽ അച്ഛൻ പണിക്ക് പോകാൻ പറഞ്ഞ് ഭയങ്കര വെറുപ്പിക്കല. എല്ലായിടത്തും ഇത് തന്നെ. എന്ത് വെറുപ്പിക്കലോ? അതല്ല, ഈ കാക്ക വന്ന ആന്റിനെ ഇരിക്കും ഫുൾ ഗ്രെയിൻസ്. അങ്കിളെ ക്ലിയർ ആയോ? ഇല്ല മോനെ, പഴയതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ശരിയാവുന്നില്ലല്ലോ. കുറച്ച് സമയം കൊടുക്കും, ശരിയാവും. അങ്കിളെ ഇപ്പോഴോ? ഇല്ല മോനെ, നീ ഒന്ന് വട്ടം കറക്കി നോക്ക്. 360. നിങ്ങളുടെ മോൾ ആവശ്യത്തിന് ഇട്ട് തന്നെ വട്ടം കറക്കണം. ഇനി നിങ്ങളെ ബാക്കിയുള്ളൂ. ഇതൊന്നും ക്ലിയർ ആവുന്നില്ലല്ലോ ശരത്തെ. ഇപ്പോഴോ? ഒന്നും ക്ലിയർ അല്ല. ക്ലിയറായി. ഫിക്സ്. അങ്ങനെ ഇപ്പൊ ക്ലിയർ ആവണ്ട. ക്രിസ്റ്റൽ ക്ലിയർ. ഇത്രയും ക്ലിയർ ഇതുവരെയ്ക്കും ആയിട്ടില്ല. ഇനി തുടരുത്. ഇറങ്ങിപ്പോരെ. എന്ത് പറ്റി? ഗ്രെയിൻസ് പോയി. പക്കാ ക്ലിയർ. മനുഷ്യനെ പേടിപ്പിക്കാൻ. മോനെ ശരത്തെ, താങ്ക് യു വെരി മച്ച്. ഒരൊറ്റ ഗ്രെയിൻസ് ഇല്ല. ഗ്രെയിൻസ് മാറ്റാൻ നിന്നെ കഴിഞ്ഞേ ഉള്ളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? പറയടാ. അത് ഷാരിയും കൂടി കേൾക്കണം. ഷാരിക്ക് ഞാൻ പറയുന്നത് എന്തെന്ന് മനസ്സിലാവും. ശരത്തിന് എന്താ പറയാനുള്ളത്? എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഇപ്പൊ ഡിഷാൻറ്റിന എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിക്കുന്ന അത് ഭേദം ഒരെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. പോട്ടെ ഷാരി, വരാമ്മ. വാ അമ്മാവാ. ഓക്കെ അങ്കിൾ. തന്നെ വാങ്ങിക്കോളൂ. ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നെ എത്ര ടെൻഷൻ അടുപ്പിച്ച്. അയ്യേ, നല്ല സൂചിച്ചിരുന്നല്ലോ. ഒന്ന് മേലോട്ട് വന്നത്. ഞാൻ മുണ്ടെടുത്ത് മോള് കയറില്ല. അതെന്താ? മുണ്ട് മാത്രമേ ഉള്ളൂ. അയ്യേ,
ഗേറ്റ് അടയ്ക്കാനേ പാടില്ല. ഇന്നത്തോടു കൂടി ഒരു പാഠം മനസ്സിലായി. വാ. ഈ ജിമ്മി എന്റെ കൂടെ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്ന അവന്റെ ഫോണിന് മുടിഞ്ഞ രാശിയാന്ന കേട്ടെ. അതിൽ നിന്ന് വിളിക്കുന്ന എല്ലാ ലൈനും കൊച്ചു കൊച്ചു ഒത്തായിട്ടുണ്ട്. കാര്യം കാണാൻ നമ്മൾ ആ കഴുതയുടെ കാല് പിടിക്കുന്നു. ഇവിടെ ആരും ഇല്ലല്ലോ. ഓ ഭാഗ്യം, ഇന്ന് വലിയ തിരക്കില്ല. അതെന്താ അല്ലെങ്കിൽ ഭയങ്കര തിരക്കാ ഇവിടെ? അല്ലെങ്കിൽ കാണായിരുന്നു അങ്ങ് ഗേറ്റ് വരെ ക്യൂ. എന്തായാലും ചേട്ടാ അവളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ചേട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞ കിട്ടാത്തതിന് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ? നീ പോയിട്ട് നാളെ വാ, നമുക്കൊന്നുകൂടെ നോക്കാം കേട്ടോ. അവളാരും വളയ്ക്കാതിരുന്നാ മതിയായിരുന്നു. ജിമ്മി Man. ഇല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ ശരത്ത്. Come on, നമുക്ക് അത് തിരിയാം. എന്തുവാടി വെർച്വൽ ക്രിക്കറ്റ്. അടുത്ത പ്രാവശ്യം നിന്നെ Come on. This is my grandfather. You can call. നീ വിളിച്ചു. Saiju bin എന്തുണ്ട് വിശേഷം? സുഖം. Take phone. 1 minute. Hello. Hello. Chitaps. How are you? ചിപ്സ് ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്താ 2 ആഴ്ചത്തേക്കുള്ള ടൂറോ? പിന്നെ ധൈര്യമായിട്ട് പോവാം. ഇത് ഉടനെ ഒന്ന് എക്സ്പയറി ഡേറ്റ് ആവുന്ന തോന്നുന്നില്ല. അന്വേഷണം എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഞാൻ വിളിച്ച് പറയാം. ബൈ ദ ബൈ. ചിട്ട എന്ത് പറയുന്നു? ഹലോ ഹലോ. ചിട്ടയുടെ കാര്യം പറയുമ്പോ അപ്പൊ കട്ടിയും ചട്ട. ചിട്ടപ്പം ഫ്രം ഡൽഹി. അടുത്തെങ്ങനെ തട്ടിപ്പോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. യു കൻ കോൾ. ഇല്ല, അപ്പൂപ്പൻ എനിക്കില്ലേ? ശബ്ദം ഉണ്ടാക്കുന്ന ഫോൺ ചെയ്യുന്നു. നോ പ്രോബ്ലം. സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് കിടന്നിരിക്കുക. But don't touch, huh? അതെന്താ? If you wake up too much talking, you see? Go, man. അവളെടുത്ത് കളിയാ, വാ, കളിക്കാം. Oh yeah, please. ഓള് നിന്റെ കയ്യിലാ? ഓള് നിന്റെ കയ്യിലല്ലേ? ആ, എൻ്റെ കയ്യിലാ. കാണിച്ചുതരാം. ഹലോ. ദാമോദരന്റെ വീടല്ലേ? ആ, ദാമോദരൻ നായരുടെ മകളുടെ വീടാണ്. കേശവ് നായരുടെ വീടല്ലേ? ഓ, കൊച്ചച്ഛനെ അറിയോ? ആരാ? പുല്ലി ശാരിയല്ലേ അളിയാ? തല്ലേ. ഹലോ. അയ്യോ, കട്ടായി പോയി. ഒന്നുകൂടെ വിളി. ഹലോ. ശരി. ഞാനെന്ന് പറഞ്ഞ പോടുന്നു. ഞാൻ ആരാന്നറിഞ്ഞൂടെ? ഓ സോറി കേശവദാസപുരത്തെ മണിയമ്മാമനല്ലേ? മണിയമ്മാമയാ? പോ ശരി. നീ തന്നെ പറയണം. മോനെ നീ ഔട്ടാകൂടാ ജിമ്മി. Sorry, Papa. Cool down, relax. They are my friends, Abubs. Get out!